വരുന്നില്ല. പക്ഷെ നമ്മൾ അന്ന് പോയപ്പോ ഇല്ലട്ടോ. എന്നെ കാണുന്നത് ഭയങ്കര ലൈറ്റ് ആണ്, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ നമ്മളിപ്പൊ പോകുന്നത് അല്ല, ഇന്ന് ഞാൻ പോകുന്നത്, ഇന്ന് നമ്മള് യാത്ര പോവാണ്. അത് പറയാം, ഞാൻ പറഞ്ഞില്ല, ഇന്ന് ഞാൻ ഒരു യാത്ര പോവാണ്. ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലിട്ടുള്ള ഒരു സ്ഥലമാണ് അത്. വളരെ 2 ദിവസം കൊണ്ട് ബക്കറ്റ് ലിസ്റ്റിൽ കയറ്റിയ ബക്കറ്റ് ലിസ്റ്റില് ഓക്കെ 2 ദിവസം കൊണ്ട് ഇട്ടിട്ടുള്ള ഒരു സ്ഥലമാണ്. നമ്മളിപ്പോ പോകുന്നത് എവിടെയാണ്? കാപ്പിമല. അളിയ ഹായ് പറ. ഇതാണ് എന്റെ ഒരേ ഒരു അളിയൻ കേട്ടോ. ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ അളിയാന്നൊരു ടാഗ് ചെയ്യും. നമ്മൾ അളിയൻ ബന്ധമാണ്. ഒരു ലിറ്റിൽ അളിയലുണ്ട്, പക്ഷെ പുള്ളിക്കാരി വന്നിട്ടില്ല. ഹായ് പറ. നമ്മളെ കഴിഞ്ഞ വീഡിയോ ഡിലീറ്റ് ആയിട്ട് എന്തെങ്കിലും പറയാറുണ്ട്? അതിന്റെ വിഷമം തീർക്കാൻ ഞാൻ ലീവ് എടുത്ത് ഇവളുടെ കൂടെ പോകുന്നു. ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇവിടെ ഒരു ലീവ് നോക്കി നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടി പോയി. ആ മനസ്സ് അപ്പൊ ആ വീഡിയോ ഡിലീറ്റ് ആയ സമയത്ത് ഞാൻ ഭയങ്കര കരച്ചിൽ, കുറെ നാശിച്ച് ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു. സോ ഇന്ന് നമ്മള് പോകുന്നത് കാപ്പിമല എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ വാട്ടർഫോൾസ് ഉള്ള അവിടെയാണ് പോകുന്നത്. ഓക്കെ വാ. അപ്പൊ ഒട്ടും സമയം കളയണ്ട, നമുക്ക് മൂവ് ചെയ്യാം. വഴിക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടിട്ട് നിർത്തിയതാ കേട്ടോ. നല്ല രസമുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോയിൽ മനസ്സിലാവുന്ന എനിക്കറിയില്ല, പക്ഷെ അത് നേരിട്ട് വന്ന് കാണണം. ഒടുവള്ളി തട്ടല്ലേ, നൈസാണ്. അതായത് അങ്ങ് ദൂരം കാർമേഘം, മൂടിൽ മഞ്ഞ് ഇപ്പോഴും ഉണ്ട്. നല്ല വ്യൂ ആണ്. എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എനിക്കറിയില്ല. അല്ല ഹർഷ? നല്ല രസമുണ്ട്. ഹർഷ മോള്, നിങ്ങൾ എന്ത് സ്പീഡിലാ പോന്നെ? ഞങ്ങളെ ഞങ്ങൾക്ക് വഴി തെറ്റി. തണുപ്പ് അന്ന് ഞങ്ങള് രാവിലെ ഇവിടെ വരണ്ട. നല്ല രസം. കൊക്ക കൊക്ക ഇതാണ് കൊക്ക. എന്റെ മനസ്സിലേക്കൊക്കെ ഇതായിരുന്നു. നിങ്ങളെ പറഞ്ഞു പറ്റിക്കാൻ. അപ്പൊ ഞങ്ങളൊരു കട്ട് റോഡ് കയറി കേട്ടോ. നല്ല രസമുണ്ട്, ഭയങ്കര തണുപ്പാണ്. നമ്മളെ പിള്ളേരായിരുന്നു. ഇങ്ങോട്ട് കയറി വേടാ. വരുന്നില്ല. സത്യം പറഞ്ഞ നല്ല രസമുണ്ട്, നല്ലൊരു ക്ലൈമറ്റും. സമയം ഇപ്പൊ ഒരു 9:30 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവോ? 9:30. ഞങ്ങള് ലേറ്റ് ആയിട്ട്, പക്ഷെ നല്ല രസമുണ്ട്. നല്ലൊരു സ്ഥലം. ചെറുതായിട്ട് വഴി തെറ്റിയ പോലെ. വഴി തെറ്റിയെന്ന് വെച്ചാൽ ഇവര് മാപ്പ് ഇപ്പൊ നോക്കുന്നുണ്ട്. ഡൗട്ട് ഈ വഴി തന്നെയാണോ, അത് നമ്മളൊരു ചെറിയൊരു വഴി ഉണ്ടായിരുന്നു, ആ വഴിയാണോ എന്നൊരു സംശയം. നല്ല രസാട്ടോ ഇവിടെ. നല്ല നടക്കോ? ഇതന്നെയാ ഈ വഴി തന്നെ, ഈ വഴി തന്നെയാണ്. നമ്മൾ വെറുതെ സംശയിച്ചു. സോറി ട്ടോ. ആ ഒച്ച കേൾക്കുന്നുണ്ട് വെള്ളച്ചാട്ടത്തിന്റെ. ഇല്ലേ? പൊയല്ലടെ തോട് പൊയാ പോലെ പൊയാ. അളിയൻ പൊയാന്ന് പറഞ്ഞ എന്താ അളിയാ പൊയാന്ന് പറഞ്ഞ അളിയാ. അളിയ പൊയാ ഇതാ പൊയാന്ന് പറഞ്ഞ അളിയ. നമ്മള് ഫസ്റ്റ്. ആ എടാ ഇവൻ എന്നോട് എന്താ പറയാ, ഇത് ഊട്ടി ഇതെന്ത് മൂന്നാറ്. ഞാൻ വിശ്വസിച്ചു ഞാൻ ഒരു ചെക്കൗട്ട് നിക്കണം. ഞാൻ അതും കൂടി ഒന്ന് വ്ളോഗ് ചെയ്തിട്ട് തൃച്ചംബരം ഞാൻ വിശ്വസിച്ചു ഗൈസ്. അത് ഞാൻ നിങ്ങളുടെ അപ്ഡേഷൻ തരാൻ വേണ്ടി ഞാൻ നിർത്തിയതാ. എടോ നല്ല രസം അവിടെ. നല്ല നിങ്ങള് മൂടൽമഞ്ഞ് കൊണ്ടായിട്ട് നിറഞ്ഞ ആ മല കവർ ചെയ്തു. നിങ്ങൾ കണ്ടു അവിടെ ഒരു മാമല. ഡ്രൈവ് ചെയ്യാനുണ്ട് കേട്ടോ. നമ്മൾ കട്ട് റോഡിന് കയറുമ്പോ വണ്ടിക്ക് ചെറുതായിട്ടൊരു പ്രശ്നം, അത് മുന്നേക്കണം. അപ്പം അവിടെയൊക്കെ ബോർഡ് ഉണ്ടാവും, കാപ്പിമല വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട്. സോ നിങ്ങൾ ഡൗട്ട് അടിക്കണം, നേരെ വരിക. അയ്യോ നല്ല വിഷ്വൽസ്. അത് കാണുമ്പോ എനിക്കാ നടക്കുന്നത്. അയ്യോ ഓടമഞ്ഞിലോ
ഞങ്ങൾക്ക് എടുത്തോളം തരും. ഓ ആരുടെ അതെ സബ്സ്ക്രൈബേഴ്സ് ഫാമിലി ട്രിപ്പാടാ ഗൈസ്. അങ്ങ് ദൂരെ വെള്ളച്ചാട്ടം വരുന്ന വ്യൂ. ഓ അതോ ഒടുക്കത്തെ വ്യൂ. ഓ മൈ ഗോഡ്. ഓക്കെ ഫൈനലി നമ്മൾ എത്തിയിട്ടോ. ആ കാണുന്നതാണ് കാപ്പിമല വാട്ടർഫോൾസ്. അപ്പം ഇവിടെ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. പാർക്കിങ്ങിന് 40 റുപ്പീസാണ്. രണ്ടുപേരും ഒരുമിച്ച് അങ്ങോട്ട് 40 രൂപയാണ്. നല്ല കാഴ്ചയാണ്. അത് നിങ്ങൾക്ക് കുറച്ച് സൂം ചെയ്ത് നോക്കണം. സൂം ചെയ്ത് അങ്ങോട്ട് കൊടുത്തേക്കും. അടിപൊളി അടിപൊളി. എന്ത് രസമാണ്. ഇങ്ങനെ ഒരു വ്യൂ പോയിന്റ് ഞാൻ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല കേട്ടോ. പ്രത്യേകിച്ച് കണ്ണൂരിൽ ഒരുപാട് ആൾക്കാർ വന്ന് തുടങ്ങി. ചിലപ്പോൾ രാവിലെ വന്ന് പോയവരുണ്ടാവും. ഇപ്പോൾ സ്കൂളൊക്കെ തുറന്നുകൊണ്ടായിരിക്കും. സൺഡേസൊക്കെ ഭയങ്കര തിരക്കാണ് കേട്ടോ. പക്ഷെ ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്. അല്ലടാ നടക്കാനില്ലേ? ഒരു മണിക്കൂറെങ്കിലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നടക്കാനുണ്ട്. ആ മല ഒന്ന് കയറി പോകണം. എനിക്ക് അതാണ് ഒരിത്. പക്ഷെ ഇതൊരു നല്ല രസമാണ്. കാരണം ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ പോവാൻ നല്ല രസമായിരിക്കും. പക്ഷെ പ്രത്യേകിച്ച് എന്റെ കൂടെ അതെ പ്രത്യേകിച്ച് പിന്നെ കുറെ ഫാമിലീസ് വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് തിരക്ക് കൂടും. എന്താണെന്ന് അറിയില്ല. എന്തായാലും പിന്നെ ഒരു കാര്യം വേണ്ട ഡ്രസ്സുകൾ മാറ്റേണ്ട കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പോവാ. ഞങ്ങൾ എന്തായാലും ഇന്ന് കുളിക്കാൻ വേണ്ടി റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. സോ എന്തായാലും ഞങ്ങള് ഡ്രസ്സ് എടുത്തിട്ട് ഞാനിതുവരെ എടുത്തിട്ടുണ്ട്. സോ എന്തായാലും ചിക്കുവിന്റെ മുടി കണ്ട ഗൈസ്. നമ്മുടെ മറ്റേ ഇതിൽ എന്താണ് ആ സിനിമ ചോട്ടാ മൊബൈലിൽ അമ്മൂമ്മയുടെ മുടി കിടക്കുന്നത്. നിങ്ങൾക്ക് ഫാഷൻ ഇഷ്ടമല്ല. അത് ഇപ്പൊ മുടി മാറ്റി കിട്ടും. എന്താ അറിയോ വണ്ടിയിൽ വരുമ്പോ മുടി പോകും. ഇപ്പൊ മുടി നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. സോ കാറ്റൊന്നും പൊട്ടിപ്പോണ്ട വിഷയം മെടഞ്ഞിട്ടതാണ്. പക്ഷെ ഇതിന്റെ ഡ്രസ് ഉണ്ടല്ലേ. വേണമെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്കും അത് ട്രൈ ചെയ്യാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ തോന്നുന്ന ചെറിയ ചെറിയ അരുവികൾ തോടുകൾ തുടങ്ങിയോ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടുത്തെ എന്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട്? ഞാൻ ലോകത്തിൽ ആദ്യമായിട്ട് ടോപ്പിൽ നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഫുൾ മൂടൽ മഞ്ഞ. ഇപ്പൊ സമയം 9:44. 9:44 നിങ്ങൾക്ക് എടാ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടെ. എനിക്ക് എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ സ്ഥലത്ത് വരുന്നത്. വെള്ളത്തിന്റെ പ്യൂർ ബ്ലൂ ഷെയ്ഡ് ആളില്ല വരെ നമുക്ക് കാണാൻ പറ്റും. അത്രയും പ്യൂർ ആയിട്ടുള്ള ഇവിടുന്ന് വെള്ളം എടുക്കുന്നു തോന്നുന്നുണ്ട് അല്ലേടാ. കുടിവെള്ളത്തിനായിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. കാരണം മലക്കോട്ടുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെയാണ് വെള്ളം എടുക്കാറ് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. കാരണം ഇവിടെ നല്ല വെള്ളമാണ്. നമ്മളെ അടുത്ത പോലെ നല്ല വെള്ളമാണ്. ഇതിലൂടെയൊക്കെ തലയിൽ കുടിച്ചെടുത്ത് നമ്മളെ അളിയനെ ഞാൻ കുറേ എന്റെ ചാനലിൽ കൊണ്ടുവരണം വിചാരിക്കുന്നു. പക്ഷെ ഇതുവരെ നടന്നില്ല. ഫസ്റ്റ് നേരത്തെ കാലത്ത് ഓടിയിട്ടുണ്ട്. ബിക്കോസ് കുളിസീൻ ഉണ്ടാവുന്ന പ്രതീക്ഷിച്ചിട്ട് എവിടെയോ പോയി. നമ്മളെ കൂട്ടത്തിലേ ഇല്ല ആള്. നല്ല രസമാണ്. ഈ പോകുന്ന വഴിക്ക് തന്നെ ഈ അടാ വെള്ളച്ചാട്ടം നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങ് ദൂരെ? എന്റെ ഫോണിൽ എന്ത് പറ്റി കാണിച്ചാൽ എന്താ ഹർഷ എന്തോ പറയാൻ നീ പോയല്ലോ. വന്ന് പറഞ്ഞിട്ട് കൂടി. ശാന്തഗിരി ഇവിടെ ജനിച്ചു വളർന്ന നാട്. നല്ല രസടാ. മിക്കവാറും ചെരുപ്പിനകത്ത് ഷൂവെല്ലാം തുറക്കും കുറച്ച് മീനുകൾ, അയക്കൂറ, ചെമ്മീൻ, തിമ്മിങ്ങളും തുടങ്ങിയ നമുക്ക് കിട്ടുന്നതാണ്. വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് കേട്ടോ. നമ്മള് ഫ്രിഡ്ജിലൊക്കെ വെച്ച വെള്ളമില്ലേ
അതുപോലെയാണ് സംഭവം. സൂപ്പർ. ഇനിയിപ്പോ നേരെ ഇതേ റോഡല്ല, ഇവിടെ തന്നെ ഇനി അങ്ങോട്ട് നേരെ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് ഞാൻ അർമാദിക്കും വെള്ളത്തിൽ. നോക്കണേ, അവിടെ നിറച്ച് വാഴക്കൃഷിയാണ്. മൂടൽമഞ്ഞ്. നിന്റെ സംശയം എന്തായിരുന്നു? അതെങ്ങനെയാണ് വാഴ എവിടെ വെച്ച്? പറ, വാഴ എങ്ങനെയാ വെച്ചത് അവിടെ? ഇവന്റെ സംശയം തുടങ്ങി. ഭയങ്കര സംശയമാണ് ഈ ചെറുക്കന്. അതായത് ഇതാ ഇപ്പൊ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് വാഴകൾ കാണുന്നില്ലേ, അതുപോലെ ആയിരിക്കും അവിടെ. പക്ഷെ നല്ല രസം വാഴത്തോട്ടല്ലേ, കാണാൻ നല്ല. ഇവിടെ മൂടൽമഞ്ഞ്, മഴ പെയ്യും. ഹായ്, നമ്മുടെ വെള്ളച്ചാട്ടം ഞാൻ സൂം ചെയ്ത് കാണിക്കാം. ഇവിടെ നമുക്ക് അതിന്റെ ടോപ്പിൽ കയറാൻ പറ്റുമോ? പറ്റും. ഞാൻ ആശിച്ചിട്ട് പറ്റിക്കാൻ പറ്റും. നമ്മളിതടാ യാരിവൻ എന്തൊക്കെയോ പറയുന്നുണ്ടോ കൊച്ചോടിരുന്ന്. പക്ഷെ നമ്മൾ അന്ന് പോയപ്പോഴില്ലട്ടോ. ഇതിപ്പോ നമ്മളെല്ലാം ടീമായി പോകുന്നോണ്ട് നമുക്ക് അത്ര ദൂരം തോന്നൂലെങ്കിലും തോന്നും. എല്ലാരും കൂടെ ഞാൻ എടുത്തടാ ഷൂങ്ങെത്തി സൗണ്ടെല്ലാം കൊടുക്കുകയാണെങ്കിൽ ഷൂ എത്തി അതിന്റെ മേല. അങ്ങനെ എത്തി. ഇപ്പൊ എത്തിയാനെ. ഭയങ്കര കാറ്റാണ്, ഭയങ്കര തണുപ്പാണ്, ഒരു രക്ഷയില്ല. ഇതാ പിള്ളേരെ വിളിക്കാൻ ഇറങ്ങി. ഞാനെന്തെല്ലാം കളിക്കും, കാരണം വെള്ളം കുറവാണ്. ഇപ്പൊ തന്നെ ഉണ്ടോ പിള്ളേരും ഫാമിലീസും ഒക്കെ വന്നിട്ടുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് കളിക്കാൻ പറ്റും. ആൻഡ് എനിക്കിവിടെ വന്നിട്ട് ഞാൻ വാവ് അടിച്ചിട്ടുള്ള അത്രയും ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം. പ്രത്യേകിച്ച് ഇന്ന് തിരക്കില്ല, സോ വെള്ളത്തിൽ കളിക്കാം. ഇവിടെ എങ്ങനെയുണ്ട് ഈ സ്ഥലം? അടിപൊളിയാ, നല്ലുണ്ട്. ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ല. ഞാനില്ലടോ, ഞാൻ ഇത്ര വിചാരിച്ചില്ല. അത് നമ്മള് ഫോട്ടോയിൽ കാണുന്നതിനേക്കാളും നല്ലുണ്ട് കാണാൻ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസം. ഇവിടുന്ന് ഷൂട്ട് ചെയ്യാം അല്ലേ ഫോട്ടോ, കാരണം വെള്ളം കുറവാണ് അല്ലേ, വെള്ളം അധികം ഇല്ല, ഇറങ്ങാൻ പറ്റില്ല. പക്ഷെ നല്ലൊരു ക്ലൈമറ്റ്. തണുക്കുന്നു, വെള്ളം ചീറ്റുന്നു. വാവ്, അടിപൊളി. മല കയറാൻ പറ്റോ? ഭയങ്കര കാര്യം. അവിടെ ഒരാൾ തപസ് അനുഷ്ഠിക്കുകയാണ് ഗായ്സ്.
രക്ഷയില്ല. അയ്യോ ഞാൻ കൊറേ നാളത്തേക്കാണ് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്നത്. ഇവിടെ കൊറേ മുക്കി ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഫോണും ക്യാമറയൊക്കെ മാറ്റി വെച്ചു. ഒന്നെങ്കിൽ നമുക്ക് അതൊന്നും എൻജോയ് ചെയ്യണമെങ്കിൽ ഇതൊക്കെ മാറ്റി വെക്കണം. അതുകൊണ്ട് ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. ഞങ്ങളുടെ കൂടെ കുറെ ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവരുണ്ടായിരുന്നു. ഞാൻ അവരെ പരിചയപ്പെടുത്താട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. വരും വരും എല്ലാരും വരും. ഒരു ഹായ് പറഞ്ഞെല്ലാരും. കണ്ണൂർ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളുടെ കൂടെ വെള്ളത്തിൽ കളിക്കാൻ ഇവരുണ്ടായത്. കട്ട സപ്പോർട്ട്. ഞങ്ങൾ അടിച്ചു പൊളിച്ചു അല്ലേ. ഓക്കെ, നമ്മളെ ഹർഷ കോഴിക്കുഞ്ഞിനെ പോലെ വന്നിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? വയ്യാണ്ടായോ? നന്നായിട്ട് തടച്ചു വിറയ്ക്കുന്നു. എടോ വരാന്ന് പറഞ്ഞ ഒരു രക്ഷയില്ലാത്ത വരയാണ് അല്ലടാ. പിന്നെ ആട്ട എടാ എന്നെ എവിടെയൊക്കെ അട്ട അടിച്ചു. ഞാൻ ഇവരോട് പറയുന്നുണ്ട് എന്നെ എന്തൊക്കെയോ കടിക്കുന്നുണ്ട്. ഇവരുടെ കാലി അട്ട അടിച്ചു, കൊറേ പേര് കാലം അട്ട അടിച്ചു. അപ്പൊ ഞാൻ ഓടിയത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ അത്ര ആയിട്ടില്ല, ഈ പ്രാവശ്യം നല്ലോണം കടിക്കുന്നുണ്ട്. ഇതാണ് ഒറിജിനൽ ഞാൻ. ഓക്കെ, അപ്പൊ എന്തായാലും ഞങ്ങൾ ഇതിന് ഡ്രസ്സ് മാറിട്ടാ. ഒന്ന് പിന്നെ മുകളിലൊരു ഓപ്ഷൻ ഉണ്ട്, വല്ല കാടാന്ന് തോന്നുന്നു. അതെ, കാടാ, സേഫ്റ്റി ഉണ്ട്. ആൻഡ് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതുകൊണ്ട് താഴോട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾ ജസ്റ്റ് ഡ്രസ് ഒന്ന് മാറിയിട്ട് വരാം കേട്ടോ. എടുക്കല്ലേടാ ആരോടാ നമ്മളെ പാട്ട് പാടുന്നു? രണ്ടും ആദ്യം ഇപ്പൊ ക്യാമറ താഴോട്ടേക്ക് പോകും. പിന്നെന്താ വെള്ളം വരുന്നത്? നമ്മളിത് ആ താഴെ നാട്ടോ വന്നത്. ഇനി തിരിച്ച് താഴോട്ട് ഇറങ്ങണം. അപ്പോഴേ ഞങ്ങൾ ഇവിടുത്തെ സ്ഥലം വിടാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലടാ. അല്ലടി പിന്നെ ഞാനെന്റെ ജീവിതത്തിൽ അതെ ഫസ്റ്റ് ടൈമാണ്. പിന്നെ ഡ്രസ്സൊക്കെ മാറ്റാൻ ഇവിടെ സൗകര്യമില്ല. പക്ഷെ ഞങ്ങൾ അങ്ങ് ദൂരെ കാട്ടിൽ പോയിട്ടാണ് ഡ്രസ്സ് മാറിയത്. അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ഹർഷ? വളരെ നല്ലൊരു വിവരിക്കാൻ കഴിയുന്നതിലപ്പുറമാണ്. സോ ഒരുപാട് പേര് വന്നിട്ടോ. അവര് നല്ല അർമാദിക്കുന്നുണ്ട്. സത്യം ഞാൻ വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. കാരണം ഫ്രണ്ട്സിന്റെ കൂടെയല്ല വന്നത്, നമ്മുടെ ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരൊക്കെ വരിക. പിന്നെ ഭാഗ്യത്തിന് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങിയപ്പോൾ നല്ല കുറെ ഫാമിലീസ് വന്നു. അവരും ചിൽ ഫാമിലി. സോ അതുകൊണ്ട് നല്ല രസമായിരുന്നു. എനിക്ക് ആദ്യം വെള്ളത്തിൽ ഇറങ്ങാൻ പേടിയുണ്ടായിരുന്നു, പക്ഷെ ആളുണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങിയൊക്കെ കുറച്ച് ആളുള്ള സ്ഥലത്തായിരുന്നു കേട്ടോ. ഹലോ ഗൈസ്, ഞങ്ങളെല്ലാവരും വെള്ളച്ചാട്ടത്തിൽ പോയി കുളിച്ച് നനഞ്ഞ് കളിച്ചിട്ട് വന്ന്. ഒരുത്തൻ മാത്രം അവിടുന്ന് കല്ലുകളൊക്കെ പെറുക്കിയിട്ട്, അത് മറ്റേ ഹനുമാനാ മല ചുമക്കുന്ന പോലെ ഞാനത് ചുമന്നുകൊണ്ട് വരുന്നുണ്ട്. ഹനുമാനല്ലേ? അല്ല ഇത്ര നേരം നീ ചുമന്നു. ഇപ്പൊ ഞാൻ ചുമന്നല്ലോ. എടാ എന്നാ അവിടുന്ന് കുറച്ച് മീനെ കൂടി പിടിക്കടാ. ഈ കല്ല് എവിടെ കൊണ്ടിടും? നീ വീട്ടിൽ കൊണ്ടുപോയില്ലേ? ചേടാ അല്ല, നമുക്ക് എവിടെയെങ്കിലും ഈ കല്ല് എടുത്ത് വെക്കാടാ. ഇനി നെക്സ്റ്റ് ടൈം വരുമ്പോല്ലേ നമുക്ക് തപ്പിപ്പിടിക്കാം അതുണ്ടോന്ന്. പ്ലീസ് നമുക്കിത് എവിടെയെങ്കിലും ഒളിപ്പിച്ച്. എടാ ഇവിടെയൊക്കെ എല്ലാരും കാണുന്ന സ്ഥലാ. നമുക്ക് ആ വെള്ളം വീഴുന്നെടുത്ത് വെക്കാം, നമ്മളെ ഓർമ്മക്കായിട്ട്. ഈ വെള്ളം വീഴുന്നെടുത്ത് വെക്കാടാ, അവിടെ വെക്കാം. ഏത് പാറേന്റെ ഉള്ളില്? എടാ പാമ്പ് ഇത് ഇവിടെയാ. നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. എടാ ശക്തമായ വെള്ളത്തിൽ തെറിച്ചു പോകൂടെ. നമ്മുടെ സൗഹൃദം അങ്ങനെ പോവില്ലേ? കുത്തി തീരടാ. എടാ വേറെ കല്ലെല്ലാം ഇളകുന്നില്ല. ഈ അട്ടടാ അട്ട നോക്കണേ. ഓ മോനെ, മഴ മോളിൽ പോയപ്പോ നനഞ്ഞത്. ഇവിടെ എത്തിയിട്ട് ഞങ്ങളൊരു മരച്ചുവിട്ടിൽ അഭയം പാർത്തിരിക്കുകയാണ്. മഴയത്ത് പെട്ടിരിക്കുന്ന ഞങ്ങളെ രക്ഷിക്കാനായി വരുന്ന ഫസി. ഇങ്ങോട്ട് വാടാ ചേർക്കാറത്. എടാ ഒന്ന് സ്പീഡില് വാടാ. എടാ ഇങ്ങ് വാടാ. ആ ഹർഷ
മാറ്റിയത് എനിക്ക് അറിയാം. ഹലോ, ഇപ്പൊ നമ്മൾ അത്യാവശ്യം തന്നെ നന്നായിട്ട് മഴ നനഞ്ഞു കുളിച്ചു. ഇപ്പൊ ഞങ്ങള് ഫുഡ് വന്നിട്ടാണ് കേട്ടോ. ഇപ്പൊ കഴിക്കട്ടാ. വ്ളോഗ് വൈൻഡപ്പ് ചെയ്യണം. ഈ പ്രത്യേകിച്ച് നേരെ വീട്ടിൽ പോകാം. ഓക്കെ അല്ല, അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അതന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാവരും ഭയങ്കര ഫുഡ് റെഡിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. ഹർഷേ ബൈ. ഇത് അപ്പവും ബീഫും അല്ലേ? വാവ് സൂപ്പർ. ഇത് അപ്പവും ചിക്കൻ തിന്നുന്നെന്താ പറയുക. ഇത് കൂടുതൽ കുറച്ചും കൂടി ഇതാണ് സെറ്റായത്. രണ്ട് ടൈപ്പ് ഓഫ് ടേസ്റ്റ് ആണ്. പിന്നെ ബീഫിനും ചിക്കനും ഒരു ടേസ്റ്റ് ആണ്. പിന്നെ അത് രണ്ടും ഒരേപോലെ ആക്കേണ്ട കാര്യമുണ്ടോ?